നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. സ്വയം സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വയം പരിപാലിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ കുറവായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓടി നടക്കാറുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട്, അവർക്ക് വേണ്ടുന്നതെല്ലാം തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവിടെയാണ് ഈ സെൽഫ് ലവിൻ്റെ പ്രസക്തി. നമ്മൾ പലപ്പോഴും സാധാരണക്കാരിൽ ഒരുപാടായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സെൽഫ് ക്രിറ്റിസിസം. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ 10 ഇരട്ടി നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് കുറവ്, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റേജ് ഫിയർ തുടങ്ങിയ പല പ്രശ്നങ്ങളുടെയും ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വളരെ കൂടുതലായിട്ടുള്ള സെൽഫ് ക്രിറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനും എത്രയോ മടങ്ങായിരിക്കും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാണോ നമ്മൾ അത് കുറയ്ക്കുക, ആ സമയത്തായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് കൂടുക. ക്രിറ്റിസിസം ആവശ്യമാണ്. ചെറിയ രീതിയിൽ ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരിച്ചറിയുവാനും നമുക്ക് മെച്ചപ്പെട്ട തലത്തിലോട്ട് എത്താനും പറ്റുള്ളൂ. അത് വാസ്തവമാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വിട്ട് നമ്മളെ തന്നെ ഹാർഷായിട്ട് പാരൻ്റ് ചെയ്യുക അല്ലെങ്കിൽ വളരെ ഹാർഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാത്തിനും പുറകിലോട്ട് പോകാൻ തുടങ്ങും. നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ ഭയപ്പെടും. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അയ്യോ അവർ എന്നെ അങ്ങനെ ചിന്തിക്കുമോ, ഞാൻ മോശക്കാരിയാണെന്ന് വിചാരിക്കുമോ, എനിക്ക് തെറ്റിപ്പോവോ തുടങ്ങിയ കുറച്ച് ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതെല്ലാം ഈ സെൽഫ് ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ പോസിറ്റീവ് ക്വാളിറ്റീസ്, നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ട്, ഇതിനെ പറ്റിയൊക്കെ ഒരു അവബോധം നമുക്ക് വേണം. ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് നമ്മൾ എടുക്കണം, ഒരു ഒപ്പീനിയനായിട്ട് നമ്മൾ എടുക്കണം, പക്ഷേ നമുക്ക് നമ്മളെ പറ്റി ഒരു അറിവ് വേണം. അതിലെല്ലാം ഉപരി നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ആ സ്നേഹം നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്നേഹമില്ലെങ്കിൽ നമുക്കെങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റും? ഓക്കെ, റിലേഷൻഷിപ്പിലൊക്കെ അത് പ്രശ്നമായിട്ട് വരും. കാര്യം നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് ഇമേജാണ് നമ്മുടെ ഉള്ളതെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും കാണുന്നത് ആ ഒരു റിഫ്ലക്ഷനിലായിരിക്കും. നമ്മൾ മറ്റുള്ളവരിലും കൂടുതൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അവിടെ വേണ്ടുന്നത് നമ്മുടെ നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. വളരെ സാവധാനമായിട്ടാണെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ കെയർ ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലായിടത്തും നമ്മൾ ഓടി നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. വേണ്ടുന്ന രീതിയിലുള്ള ഉറക്കം, ശരിയായ രീതിയിൽ വ്യായാമം, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം, അതായത് ശരീരത്തിന് വേണ്ടുന്ന പ്രോപ്പർ ഡയറ്റ്, ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് അസുഖങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെല്ലാം ഉപരി നമ്മുടെ ഉള്ളിൽ 24 മണിക്കൂറും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ ഹൃദയം. ഇപ്പം നടക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രായം വരെ ഒരുപാട് കിടന്ന് നമ്മൾ കഷ്ടപ്പെടും. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റും? ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഡയബറ്റീസ്, BP തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടായി തുടങ്ങും. ആ സമയത്താണ് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്കൊരു ഹൃദയം ഉണ്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക, അല്ലേ? അല്ലാത്ത സമയങ്ങളിൽ നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കത്ത് പോലുമില്ല. അതിന് വേണ്ടുന്ന കെയർ നമ്മൾ കൊടുക്കത്തേ ഇല്ല. നമ്മൾ ഒന്നും ചിന്തിക്കുക, നമ്മൾ കാര്യങ്ങൾ ചെയ്തങ്ങ് പോവും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പണി മുടക്കി തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല വേണ്ടുന്നത്. നമുക്ക് ഒരു അസുഖം വരുന്നതിന് മുന്നേ നമ്മൾ അതിന് വേണ്ടുന്ന മിനിമം പരിപാലനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, സ്വയം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ അത് ഒരുപാട് ബാധിക്കും. അതുപോലെ നമ്മുടെ ടാലൻസ് പോലും ശരിയായ രീതിയിൽ നമുക്ക് പുറത്തേക്ക് എടുക്കുവാനോ ചെയ്യുവാനോ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും.